നമസ്കാരം. മിക്കവരിലും വേദന ഉളവാക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുന്നതിൻ്റെ വിഷയം. ഈ വടമാല എവിടെന്ന് വന്നു എന്നറിയില്ല. ഭക്തന്മാർ ചാർത്തുന്നു. നല്ല കാര്യം തന്നെയാണ്. കാരണം ഉള്ളിൽ ഭക്തി കൊണ്ടാണ് ദേവന് ഒരു കാര്യം സമർപ്പിക്കുന്നത്. അത് ശരിയോ തെറ്റോ ഒന്നും ചിന്തിക്കുന്നില്ല തീർച്ചയായിട്ടും. പക്ഷേ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പഠിച്ച ആൾക്കാരുണ്ട്, തന്ത്രിമാരുണ്ട്, മേൽശാന്തിയുണ്ട്, പഠിച്ച ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അവരും പറഞ്ഞു കാണാം, മേ ബി ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. എന്നിരുന്നാലും എന്തായാലും ശരി, ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുന്നത് അഭികാമ്യമാണോ? ഏവരും ചിന്തിക്കുക. എണ്ണയിൽ പൊരിച്ച ഒരു വസ്തുവിനെ ഉഴുന്നൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി, വടയൊക്കെ ഉണ്ടാക്കി എണ്ണയിൽ പൊരിച്ചിട്ട് അതിനെ ഒരു നൂലിൽ കോർത്ത് അതൊരു മാലയായിട്ട് ധരിച്ച് ആഹാ എന്തു സുഖം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദേവൻ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏവരും ചിന്തിക്കണം. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ വടമാല എവിടെയോ തുടങ്ങിയതാണ്. ആരോ ഒരാൾ തുടങ്ങി. അത് 10, 100, 150, 200 കൊല്ലം കൊണ്ട് ഇന്ന് പ്രസിദ്ധമായ ഒരു വഴിപാടായി മാറി. അത് ശരിയോ തെറ്റോ എന്ന് പോലും ചിന്തിക്കാതെ പല ജ്യോത്സ്യന്മാരും എഴുതി വിടുകയാണ് പേപ്പറിൽ, ഹനുമാന് വടമാല ചാർത്തുക. 1ൽ നിന്ന് 10, 10ൽ നിന്ന് 100, 100ൽ നിന്ന് 1000. ഇങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് വടമാലയാണെങ്കിൽ നാളെ ഇത് കട്ട്ലറ്റ് മാലയാവും, ബോണ്ട മാലയാവും. സംശയമില്ല, കുറെ കാലം കഴിയുമ്പോൾ. ഇനി ഞാൻ എന്തുകൊണ്ട് ഈ പൊട്ടറ്റോ വെഡ്ജസ് അതിൻ്റെ ഒരു മാല ഉണ്ടാക്കി ഭഗവാന് ചാർത്തിക്കൂടാ? എനിക്ക് ഭയങ്കര ഭക്തിയാണ് എന്ന് പറയാം. ഞാൻ ഭക്തി കൊണ്ട് തന്നെയാണ് വടമാല ചാർത്തുന്നത്, സമ്മതിക്കുന്നു. പക്ഷെ അത് ശരിയാണോ? ശ്രദ്ധ വേണ്ടേ? ശ്രദ്ധയാ വിന്ദതേ വസു. ശ്രദ്ധയും ഭക്തിയും വേണം. ശരിയായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആരെങ്കിലും ഒരാൾ, ഇല്ലെങ്കിൽ എപ്പോഴോ ഒരു കാലഘട്ടത്തിൽ ആരോ ഒരാൾ ചിന്തിച്ചു വടമാല ഹനുമാൻ അണിയിക്കാം എന്നുള്ളത്. ഇതിങ്ങനെ തുടർന്നു കൊണ്ടുവരികയാണ്. ഒന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവർ, വീണ്ടും പറയുകയാണ്, ഒന്ന് ചിന്തിക്കാൻ സാധിക്കുന്നവർ നല്ല മനസ്സോടുകൂടി ഭഗവാന് നേദിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെയാണ് ഗണപതിക്ക് അപ്പം മൂടൽ. നല്ല ഉണ്ണിയപ്പം നേദിക്കേണ്ട വസ്തുവാണ്. ഇന്ന് അപ്പം മൂടലായി. നല്ല എണ്ണയിലിട്ട് പൊരിച്ച് അതിൻ്റെ മീതെ പഞ്ചസാരയെല്ലാം വിതറി അതിനെ കൊണ്ട് ഭഗവാന് മൂടുകയാണ്. ഇനിയിപ്പോൾ എറുമ്പൊക്കെ എന്താ പറയുക അറിയില്ല, എവിടെ നിന്ന് വന്നു അറിയില്ല. കാര്യസാധ്യത്തിനായിട്ട് എന്തും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. എന്തും ചെയ്യും. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരുമാനം വേണം. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭക്തൻ കോപിക്കും. പല കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ വഴി ഒരുപക്ഷെ ഒരുപാട് ശത്രുക്കളെ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ശാസ്ത്രം നിലനിൽക്കണം എന്നുള്ള ഒരു സച്ചിന്തയോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി മുതൽ ഉണ്ണിയപ്പം ഗണപതിക്ക് നേദിക്കുക. ഗണപതി ഭഗവാൻ കോപിക്കില്ല. വട നേദിക്കുക, ഹനുമാൻ കോപിക്കില്ല. പതുക്കെ പതുക്കെ നമുക്ക് തുടങ്ങാം. അത് തുടങ്ങി ഇനിയൊരു 100 കൊല്ലം കൊണ്ട് ഈ വടമാല അങ്ങനെ പതുക്കെ മാറ്റപ്പെടും. ഇല്ലെങ്കിൽ അടുത്ത 100 കൊല്ലത്തിൽ ഏവർക്കും കാണാനാവും കട്ട്ലറ്റ് മാല, ബജ്ജി മാല എന്നിങ്ങനെ പല രീതിക്ക് വരാം. അറിയില്ല എങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുമെന്ന് അറിയില്ല. ഒരു കാര്യം കൂടിയുണ്ട്. ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇന്ന് നല്ലൊരു വരുമാനമാണ്. 108 വട കൊണ്ടുള്ള മാലകൾ, 1008 വട കൊണ്ടുള്ള മാലകൾ, 10008 വട കൊണ്ടുള്ള മാലകൾ എന്നിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഹനുമാൻ സ്വാമിക്ക് നേദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫലത്തിൽ ഒരു വ്യത്യാസവും വരില്ല. ഹനുമാൻ സ്വാമി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ആ പ്രസാദം ഏവർക്കും നൽകുക. ഇതൊരു നല്ല ചിന്തയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഏവരിലേക്കും എത്തിക്കുവാനായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.